അമേരിക്ക ഇനിയും ഇറാനെതിരെ ഒരു യുദ്ധം നടത്തുകയാണെങ്കിൽ, ഇറാന്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും മിഡിൽ ഈസ്റ്റിൽ ഇനി ഒതുങ്ങി നിൽക്കുകയില്ല യുദ്ധം എന്നാണ് ഇറാൻ പറയുന്നത്. പ്രധാനമായും ബൾഗേറിയ, അതുപോലെ തന്നെ സൈപ്രസ് തുടങ്ങി മിഡിൽ ഈസ്റ്റിന്റെ പുറത്ത് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള, അതുപോലെ ഇറാഖ്, സിറിയ, അതോടൊപ്പം തന്നെ ജോർദാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിലെല്ലാമുള്ള അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള അവരുടെ ബേസുകൾ പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇറാൻ അമേരിക്കയുടെ ആയുധങ്ങളുടെ എല്ലാം ഗ്യാപ്പുകൾ, ലൂപ്പ് ഹോൾ മനസ്സിലാക്കുകയും അത് വെച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒന്നുകൂടെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്കക്ക് മറ്റൊരു ഭീഷണിയാണ് ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഫിനാൻഷ്യൽ ടൈമാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബൾഗേറിയ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്ക് കൂടെ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുമെന്നാണ്. ഇത് മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല. കാരണം അമേരിക്കയുടെ ബേസുകൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുണ്ട്. ആ രാഷ്ട്രങ്ങളിലുള്ള ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നാണ്. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, തുർക്കിയുള്ള ബേസിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നതാണ്. അമേരിക്കക്ക് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിലുള്ള താവളങ്ങൾക്ക് നേരെ നടത്തിയ ഇറാന്റെ തിരിച്ചടി തന്നെ വലിയ തലവേദനയായ സാഹചര്യത്തിൽ ഇനി യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കൻ താവളങ്ങൾ കൂടെ തച്ച് തകർത്തു കഴിഞ്ഞാൽ അത് അമേരിക്കക്ക് വലിയ ദുരന്തമായിരിക്കും. ട്രംപ് ഇതിനെല്ലാം അമേരിക്കക്കാരോട് മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകും. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് എവിടെയാണ് എന്നത് അവർ പ്രശ്നമാക്കുകയില്ല. അവർ ആക്രമിക്കും, പറഞ്ഞത് അവർ ചെയ്തിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.